ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം രാവിലെ 4:30 മണി. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ ഈരാറ്റുപേട്ട പൂഞ്ഞാർ ഹൈവേയിലാണ്. ഈരാറ്റുപേട്ടയ്ക്ക് ബസ്സില്ല, അത് കാരണം പൂഞ്ഞാറിൽ നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് പോവുകയാണ്. ഒരു ചായ കിട്ടി. ഇപ്പോൾ സമയം 5 മണി. ഈരാറ്റുപേട്ടയിലെത്തി. 5:30ക്കാണ് നമ്മുടെ ബസ്, തിരുവനന്തപുരം ബസ്. ഇതാണ് ഈരാറ്റുപേട്ട അരുവിത്തറ പള്ളി. ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ബസ് സ്റ്റാൻഡിൽ നമ്മളെത്തി. സ്റ്റാൻഡിൽ വന്നപ്പോഴേ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു. ആ ബസ്സിൽ കയറി. ബസ് ഇപ്പോൾ പുറപ്പെടും. ഫൈനലി അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പത്മനാഭൻ സ്വാമി ക്ഷേത്രം, ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റായ പത്മനാഭൻ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇനി പോകുന്നത്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തൊരു ഫ്ലൈ ഓവറിൻ്റെ മേളിലാണ്. ഇത് അടിപൊളി ഫ്ലൈ ഓവർ എന്ന് വെച്ചാൽ അടിപൊളി ഒരു ഫ്ലൈ ഓവറാണ്. മറ്റുള്ള സ്ഥലങ്ങളെ പോലെയല്ല, തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ വണ്ടിക്കാരൻ നിർത്തി തരത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഫ്ലൈ ഓവറുകളൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയുള്ളത് വളരെ ഭയങ്കര ഒരു ഉപകാരമാണ്. ഇതാണ് തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ദൃശ്യം. ഇത് കിഴക്കേക്കോട്ടയാണ്. ഇവിടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ടെമ്പിളായ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഇതാണ് ലിഫ്റ്റൊക്കെയുള്ളൊരു ഫ്ലൈ ഓവറാണ്. ഇത് നടക്കാൻ നല്ല സുഖമാണ്. ലിഫ്റ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് കാമുകന്മാരൊക്കെ ആ സൈഡുകളിലൊക്കെ നിൽപ്പുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ അങ്ങനെ ഇതാണ് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റായ പത്മനാഭ സ്വാമി ക്ഷേത്രം. അങ്ങനെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അകത്ത് കയറാനൊന്നും സമയം കിട്ടിയില്ല. വീണ്ടും അങ്ങനെ ശംഖുമുഖത്തിലേക്ക് വന്നിരിക്കുകയാണ്. ശംഖുമുഖത്തിലെ കാഴ്ചകൾ കാണാം. ശംഖുമുഖത്തിൻ്റെ ഓപ്പോസിറ്റാണ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ കാണുന്നതാണ് ശംഖുമുഖം. ഇതാണ് ഇവിടുത്തെ ഒരു മത്സ്യകന്യക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹെലികോപ്റ്ററാണ്. ഇത് 1971 M80 എന്ന് പറഞ്ഞൊരു ഹെലികോപ്റ്ററാണിത്. ഇത് അന്നത്തെ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തൊരു ഹെലികോപ്റ്ററാണ്. ഇത് ഒറിജിനലാണ്. ആദ്യം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഇതൊരു ഡമ്മി ആയിരിക്കുന്നതാണ്. പിന്നെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഈ സാധനം ഒറിജിനലാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ബീച്ച്, ശംഖുമുഖം ബീച്ച്. പക്ഷേ നമുക്ക് ബീച്ചിൽ അങ്ങനെയൊന്നും ഇറങ്ങാൻ സാധ്യമല്ല. ഈ ഹെലികോപ്റ്റർ നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ എൻജിൻസും സീറ്റുകളും അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. പുറമേ ഉള്ള ഒരു ബോഡി മാത്രമേ ഉള്ളൂ. ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ്. ഭയങ്കര മുഴുത്തൊരു ഹെലികോപ്റ്റർ എന്ന് വെച്ചാൽ മുഴുത്തൊരു ഹെലികോപ്റ്ററാണ്. ആദ്യമായിട്ടാണ് ഒരു ഹെലികോപ്റ്റർ ഇത്രയും തൊട്ടടുത്ത് വെച്ച് കാണുന്നത്. നമുക്ക് സാധാരണ നോർമലി ഇത്ര അടുത്തൊന്നും വെച്ചൊരു ഹെലികോപ്റ്റർ കാണാൻ സാധ്യമല്ല. ഹെലികോപ്റ്റർ അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഹെലികോപ്റ്റർ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഹെലികോപ്റ്റർ കണ്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സാധ്യമായില്ല. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. സീറ്റൊന്നുമില്ല. ഇതൊന്നും ഇവിടെയാണ് പൈലറ്റ് ഇരിക്കുന്നത്. അവിടെ ഒന്നും സീറ്റോ ഒരു സാധനങ്ങളും ഇല്ല. എൻജിനോ ഒന്നും ഒരു സാധനങ്ങളും ഇല്ല. അതിൻ്റെ ഇടയിൽ കുറേ പട്ടികളുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇതൊരു വിദൂര ദൃശ്യമാണ്. ഹെലികോപ്റ്ററിൻ്റെ ഒരു വിദൂര ദൃശ്യമാണ്. ഇനി നമുക്ക് ബീച്ചിലോട്ട് പോകാം. ബീച്ച് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. നമുക്ക് ബീച്ചിലോട്ട് അങ്ങനെ മറ്റുള്ള ബീച്ചുകൾ പോലെയല്ല. നമുക്ക് അവിടെയൊന്നും ഇറങ്ങത്തില്ല. ഇവിടെ ഭയങ്കര വേലിയേറ്റം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. ഇതെന്താ സംഭവം എനിക്കറിയത്തില്ല. ഇതാണ് ശംഖുമുഖം ബീച്ച്. കുഴപ്പമില്ലാത്തൊരു ബീച്ചാണ്. പക്ഷേ നമുക്ക് കടലിലൊന്നും അങ്ങനെ ചാടാൻ പറ്റത്തില്ല. ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ മുടിഞ്ഞ വെയിലാണ്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ചെറിയൊരു ആശ്വാസം. വൈകുന്നേരമൊക്കെ പോകാനേ കൊള്ളത്തുള്ളൂ. മറ്റുള്ള ബീച്ചുകൾ പോലെ കോവളം പോലെയൊന്നും നമുക്കങ്ങനെ കടലിലൊന്നും ഇറങ്ങാൻ സാധിക്കുന്നതല്ല. എന്നാലും കുഴപ്പമില്ല, ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആ രീതിയിലുള്ളൊരു ബീച്ചാണ് ശംഖുമുഖം ബീച്ച്. കിഴക്കേക്കോട്ടയിൽ നിന്ന് 20 രൂപയാണ് ശംഖുമുഖത്തേക്ക് ബസ് ടിക്കറ്റ് വരുന്നത്. ഇലക്ട്രിക് ബസ്സിൽ ലഭ്യമാണ്. എപ്പോഴും ബസ് അവൈലബിളാണ് ശംഖുമുഖത്തേക്ക്. എനിക്ക് വിഴിഞ്ഞത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടൊക്കെ ബസ് ഇച്ചിരി കുറവാണ്. പോകാൻ അത്രയും ഭയങ്കര ചെറിയൊരു വള്ളമാണ് ഈ കിടക്കുന്നത്. അങ്ങനെ വീണ്ടും തിരുവനന്തപുരം സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ വന്ന ഇലക്ട്രിക് ബസ്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ തമ്പാനൂർ ലക്ഷ്യമാക്കി പോവുകയാണ്. ഈ കാണുന്നതാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡും തന്നെ. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തമ്പാനൂർ എന്താണ് സെൻറ്റർ. ഇതാണ് ഒരു ഇലക്ട്രിക് വണ്ടി വരികയാണ്. ഇനി ഇവിടെ തിരിച്ചു പോകണം. ഐ ലവ് യു തിരുവനന്തപുരം എന്നൊരു ബോർഡൊക്കെ കാണാം.